ഇപ്രാവശ്യം പ്രകടന പത്രികകൾ ഇതുപോലെ നമ്മൾ ഒരുപാട് കാണാനിടയായി. ഇപ്പോഴും കോടിക്കണക്കിന് വീടുകൾ എല്ലാവർക്കും വെച്ചു കൊടുക്കും കേട്ടോ. അതായത് സാധാരണക്കാരന് വീട്, അതിന് താഴ്ന്നവർക്ക് വീടല്ല, അവർക്ക് മിക്കവാറും കക്കൂസായിരിക്കും. ഏതായാലും കാണുന്നില്ല അതിനെക്കുറിച്ചൊന്നും. പിന്നെ ഇതേപോലുള്ള ഓരോ കാര്യങ്ങളായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ കാലത്തുള്ള ഗ്യാരണ്ടികളെല്ലാം നമ്മൾ കണ്ടു. ആ ഗ്യാരണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വരാൻ പോകുന്ന ഗ്യാരണ്ടി, ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. പണ്ട് നമ്മുടെ ഗവർണറായിരുന്ന ശ്രീധരൻ പിള്ള, അദ്ദേഹം BJPയുടെ ഒരു അനിശ്ചിത നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുപോലെ ചോദിച്ചു, ഈ പെട്രോൾ വില 50 രൂപ ആക്കുമെന്ന് പറഞ്ഞല്ലോ, ഇപ്പം എന്തിങ്ങനെ പെട്രോളിന് ഇത്രയും വില കൂടിപ്പോയി എന്ന് ചോദിച്ചപ്പോൾ, അത് ഈ ഇലക്ഷൻ്റെ സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലേ, അതാരെങ്കിലും നടപ്പാക്കുന്ന കാര്യങ്ങളാണോ, നടപ്പാക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് പറഞ്ഞു. അത് കറക്റ്റായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, സത്യം പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം സത്യം പറഞ്ഞതാണ്. അതായത് ഈ ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാനുള്ള കാര്യങ്ങളല്ല, അത് ആരെങ്കിലും നടപ്പാക്കുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിക്കും. ഏതായാലും പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒന്നും വിലയൊന്നും ഒരിക്കലും കുറയ്ക്കാൻ പോകുന്നില്ല. കാരണം എന്താ, അതുപോലെ ഗ്യാസിൻ്റെ വില, ഈ നേരത്തെ ഉള്ളത് ഗ്യാസിന് 450 രൂപ ഉണ്ടായിരുന്നു ഉള്ളൂ ഗ്യാസിന്, ഇപ്പം അത് 1160 രൂപയിലോ എങ്ങോട്ട് പോയി നിൽക്കുകയാണ് ഗ്യാസിൻ്റെ വില. അപ്പോൾ അത് എല്ലാം കുറച്ചതല്ലേ. പാചകവാതകം നമുക്ക് ആർക്കെങ്കിലും ഒക്കുമോ, എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? പാവങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ കഴിയാൻ ഒക്കുമോ? എന്തെങ്കിലും ഒരു കഞ്ഞി വെച്ച് കുടിക്കാൻ വല്ല നിവൃത്തിയുണ്ടോ വീടുകളിൽ? എന്നിട്ടാണ് ഈ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് ഞാനിനി അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ ഗ്യാരണ്ടി. ഇതൊക്കെ ഇവരെ ഇലക്ഷൻ സമയത്ത് ഓരോ ജിമിക്സ് കാണിക്കുന്നതല്ലാതെ ഈ ഒരു ഗ്യാരണ്ടി ഇതിനകത്തൊന്നുമില്ല. ഇത് ഒരു പൗരൻ്റെ അക്കൗണ്ടിൽ ഒന്നും വരാൻ പോകുന്നില്ല. ഇലക്ട്രൽ ബോണ്ടുകൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കും. കൊള്ളയടി, അതാണ് നടക്കുന്നത്. കൊള്ളയടി നടന്നത്, ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള പേര് നടന്നത് കൊള്ളയാണ്. കാരണം സാധാരണ കൊള്ളക്കാർ കഴുത്തെ കത്തി വെച്ച് ഒരുത്തിൻ്റെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കും. ഇത് കഴുത്തെ കത്തി വെക്കുന്നതിന് പകരം നേരെ വേറെ ചില മെഷീനറികളാണ് ഉള്ളത് കേട്ടോ. ആ മെഷീനറി എന്ന് പറയുന്നത് ഒന്ന് CBI, അടുത്തത് ED, പിന്നെ ഇൻകം ടാക്സ്. ഇവരെ അങ്ങോട്ട് പറഞ്ഞയച്ച് ഇവർ ഓരോ റെയ്ഡ് നടത്തും, ഇവരങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് ചെല്ലുന്നുടനെ ഏത് കോർപ്പറേറ്റ്സ് ഒന്നും കൊടുക്കാതിരിക്കുന്നവർ കൊണ്ടുചെന്ന് കൊടുക്കും. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് അപ്പോഴേ ഒരു 25 കോടി രൂപ കൊടുക്കും. അതോടുകൂടി അവന് കേസും ഇല്ല, വഴക്കുമില്ല, ഒന്നുമില്ല. പിന്നെ പ്രശ്നമില്ല, EDയുടെ അന്വേഷണം ഇല്ല, ഇൻകം ടാക്സ് ഇല്ല കേട്ടോ, ഒരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നവുമില്ല. EDയും CBI ഒന്നും പിന്നെ അതിൻ്റെ പുറയിലില്ല. ചിലർക്ക് അന്വേഷണം അങ്ങോട്ട് നടത്തി FIR വരെ എടുക്കും. എടുത്തു കഴിയുമ്പോഴാണ് ഈ പണം കിട്ടുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ നേരെ അതങ്ങ് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയുള്ള എത്രയോ കോർപ്പറേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുത്തു. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഈ കൊള്ളയടി നടക്കുന്നത്. ഇത് കൊള്ളയടിയാണ്. അത് നല്ല രീതിയിൽ ചെയ്യുന്നെന്നുള്ളേ ഉള്ളൂ. കാരണം EDയെ ഉപയോഗിച്ച് ചെയ്യുക, ഇവർ മേലനങ്ങാതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കാരണം ആ മെഷീനറി ഗവൺമെൻറ് കയ്യിൽ ഇരിക്കുകയാണ്, അത് ആർക്കെതിരെ ഉപയോഗിക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് നാണമില്ലേ ഇതൊക്കെ ഇങ്ങനെ പറയാൻ? അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഞാൻ ഇതുപോലെ തന്നെ ഞങ്ങൾ അഴിമതി തുടച്ച് നീക്കും. അഴിമതി തുടച്ച് നീക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം? ആദ്യം അഴിമതി എന്ന് ഇവരങ്ങ് തീരുമാനം എടുത്തേക്കുന്ന ഒന്ന് മാറ്റണം. അഴിമതി എന്ന് ഇവരങ്ങ് തീരുമാനിച്ചേക്കാണ് അവർക്ക് മതിയെന്ന്. ഇത് യഥാർത്ഥത്തിൽ ഇത് ഇലക്ട്രൽ ബോണ്ട് എന്ന് ആണല്ലോ നമ്മുടെ ഈ യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്ര ഭാരതം കണ്ടേക്കുന്ന ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറയുന്നത് അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ്, കള്ളപ്പണം തടയാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ വിശ്വാസമില്ല. കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ കള്ളപ്പണം എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വരുന്നത് ഇതേ ഉള്ളൂ. കാരണം ഈ ഏറ്റവും വലിയ അഴിമതി ഇതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച പണം ഇവിടെ പോയെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഇവർ മറുപടി പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. അതിന് യഥാർത്ഥത്തിൽ ടാക്സ് ഏർപ്പെടുത്തണം. എന്തുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അനങ്ങാതിരിക്കുന്നു? എന്തുകൊണ്ട് ED ഇതിൽ അന്വേഷണം നടത്തുന്നില്ല? കാരണം മണി ലോണ്ടറിങ് ഇവിടെ നടന്നു. കാരണം എന്താ വെച്ചാൽ ഒരു ലാഭമില്ലാത്ത കമ്പനികൾ 200 കോടിയും 300 കോടിയൊക്കെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റിൻ്റെ 7% പ്രോഫിറ്റ് ഇല്ല. മാത്രമല്ല അവരുടെ ബിസിനസ്സിൻ്റെ വ്യാപാരത്തിൻ്റെ തന്നെ എത്രയാ 50 ഇരട്ടി 100 ഇരട്ടിയും ഒക്കെ പണം കൊടുത്ത ആളുകളുണ്ട്, കമ്പനികളുണ്ട്, കടലാസ് കമ്പനികൾ. അതൊക്കെ മണി ലോണ്ടറിങ് അല്ലേ അവിടെ നടന്നേക്കുന്നത്? ആ PMLA അനുസരിച്ച് ഉള്ള ഒഫൻസ് അവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെയുള്ളവർക്കെതിരെ അന്വേഷണം നടത്തണ്ടേ? അത് ആ പണം വാങ്ങിയെടുത്തവർക്കെതിരെ അന്വേഷിക്കണ്ടേ? അത് ഏത് പാർട്ടി ആയാലും. അപ്പോൾ ഈ രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ശ്രീധരൻ പിള്ള പറഞ്ഞത് മാതിരി ഇതൊന്നും നടപ്പാക്കാനുള്ള ഇലക്ഷന്റെ സമയത്ത് എന്തൊക്കെ പറയും, അതൊക്കെ നടപ്പാക്കാനുള്ള കാര്യങ്ങളാണോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് നടപ്പാക്കാനുള്ള ഒന്നുമല്ല. ഇതൊന്നും നടപ്പാക്കാനുള്ള കാര്യങ്ങളല്ല. അതിനൊക്കെ ഒരു മറുമരുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പം കർഷകർക്ക് നടപ്പാക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകർ ആത്മഹത്യ ചെയ്യല്ലേ? ഏത് വിളവിനാണ് വില കിട്ടുന്നത്? ഒന്നുമില്ലല്ലോ ഇവിടെ. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാഴ്ചപ്പാടോടുകൂടി പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രകടന പത്രികയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. കാരണം ഇത് ഇലക്ഷന് വേണ്ടിയുള്ളതാണല്ലോ, പ്രവർത്തിക്കാനുള്ളതല്ലല്ലോ.